ഹലോ ഗായ്സ്, ഈദ് മുബാറക്. ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. ഒരു 5:30 മണിയായപ്പോഴത്തേക്ക് എഴുന്നേറ്റ് എല്ലാ ജോലിയും പിടിപിടിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇക്കാക്ക പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എൻ്റെ ഒരുവിധം പണിയൊക്കെ ഈ നേരം കൊണ്ട് കഴിഞ്ഞായിരുന്നു. രാവിലെ തന്നെ എഴുന്നേറ്റ് അടിച്ച് വാരി തുടച്ചു അലക്കി എല്ലാം കഴിഞ്ഞായിരുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ്. ഇന്ന് അപ്പം മുട്ടക്കറിയാണ് രാവിലെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ, പിന്നെ ഇത് പായസം വെക്കാനുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മൈലാഞ്ചി കിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും സുക്കുമ്പിയും കൂടി എല്ലാം കഴിഞ്ഞ് കുളിച്ചു. ഞങ്ങളൊന്ന് കുളിച്ചൊന്ന് സെറ്റായി റെഡി ആവാൻ വിചാരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പം പിന്നെ പായസം വെക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇക്കാക്ക വരുമ്പോഴത്തേക്കും പായസം റെഡി ആവണമല്ലോ. അപ്പോൾ അപ്പവും മുട്ടയൊക്കെ റെഡി കഴിഞ്ഞിട്ടോ, കറികളൊക്കെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ദൈവം പായസവും നമ്മൾ വെക്കുന്നു വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും സുക്കുമ്പിയും കൂടി റെഡി ആവാൻ വേണ്ടി പോയി. സുക്കുമ്പിനെ ആദ്യമേ തന്നെ റെഡി ആക്കിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവനക്ക് ഇതേ ഫുഡ് കൊടുത്തു കേട്ടോ. അവൻ്റെ പായസമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ദേ റെഡി ആവാൻ വേണ്ടി പോകാൻ കേട്ടോ. എനിക്ക് പിന്നെ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ പിന്നെ റെഡി ആയിക്കൊണ്ട് എനിക്ക് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഫോട്ടോ എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോഴേക്കും എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട് വന്നായിരുന്നു. കാകാനോട് ജോലി ചെയ്യുന്നതാണ്. മുജിലിസ എന്നാണ് പേര്. നേരെ ഓപ്പോസിറ്റ് കാണുന്ന കോട്ടേജിലുള്ളതാണ് ആൾ. ഞങ്ങൾക്ക് കുറച്ച് സ്വീറ്റ്സും അതുപോലെ പായസമൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവളുടെ കൂടെ ഞാൻ അവളുടെ വീട്ടിലോട്ട് പോയി. അവൾ എന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയി. പിന്നെ അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് കുറേ സമയം കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ തിരിച്ചു വന്നത്. വന്ന് കഴിഞ്ഞപ്പോൾ കാക്ക ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊന്നും മാറാതിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് ബിരിയാണി പരിപാടിയിലേക്ക് കടന്നു. ബിരിയാണി വയ്ക്കാൻ വേണ്ടിയിട്ടും ചിക്കൻ കറി വെക്കണം, ചിക്കൻ വറുക്കണം, പപ്പടം പൊരിക്കണം, അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഒത്തിരി കറിയൊന്നും ഉണ്ടായില്ല, എന്നാലും ഞാൻ തട്ടിക്കൂട്ടി എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് ഇരുന്നപ്പോഴത്തേക്കുമാണ് നമുക്ക് ഇവിടെ പ്രോഗ്രാം ഇടുന്നും പറഞ്ഞ് വിളിച്ചത്. പിന്നെ പ്രോഗ്രാമിന് പോകാനായിട്ട് തട്ടിക്കൂട്ട് റെഡിയായി വെക്കുന്ന ബസ് വന്നു. ബസ്സിൽ കയറി ചാടി കയറിയിരുന്നു. ക്യാമ്പിൻ്റെ അകത്ത് തന്നെയാണ് ഓഡിറ്റോറിയം. എന്നാലും ഇവർ ബസ്സിൽ കയറ്റിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. വന്നപ്പം ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്ന് ഈദിൻ്റെ പ്രോഗ്രാംസ് ആയതുകൊണ്ട് ഫുൾ പ്രോഗ്രാം ആയിരിക്കും. അതുകൊണ്ട് ആർക്കും ബോറടിക്കില്ലാത്തതുകൊണ്ട് എല്ലാവരും വന്നായിരുന്നു. അപ്പോൾ സിയോമാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഡത്തിന് ഇങ്ങനെ കൊണ്ടുവരുവാണ്, വെൽക്കം ചെയ്ത് കൊണ്ടുവരുവാണ്. അങ്ങനെ മേഡം വന്നു. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് വേണം പ്രോഗ്രാംസൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പുതിയ മേഡമാണ് കേട്ടോ. ഞാൻ ഇതിവിടെ കണ്ടിട്ടില്ല, ഇവിടെ ഇതുവരെയായിട്ടും വന്നേക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇവരെ കാണുന്നത്. പിന്നെ അവർ വന്ന് വിളക്കൊക്കെ വെച്ച് ഉദ്ഘാടനം ചെയ്ത് പിന്നെ ഡാൻസ് ആയിരുന്നു. കുഞ്ഞുമക്കളുടെ ഒരുപാട് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു പിള്ളേരുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട്. പിള്ളേരുടെ മാത്രമല്ല അമ്മമാരുടെയും ഡാൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഡാൻസൊക്കെ കളിച്ചിട്ടോ. അങ്ങനെ വീട്ടിലിരുന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് അവർ പേര് കൊടുത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് സുക്കുമ്പി പറയാണ്ട് ഉമ്മി പോയി ഡാൻസ് കളിക്കും, മുമ്പേ ഡാൻസ് കളിക്കുന്നത്. പക്ഷെ ഞാൻ പ്രാക്ടീസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സുക്കുമ്പിയുടെ ഡാൻസ് ഉണ്ട്. സുക്കുമ്പിക്ക് എവിടെ പാട്ട് കിട്ടാൻ സുക്കുമ്പിക്ക് അപ്പം ഡാൻസ് കളിക്കണം. അപ്പോൾ സ്റ്റേജിൽ പിള്ളേർ കളിക്കുന്നുണ്ട്, സുക്കുമ്പി ഇവിടെ പുറത്ത് കസേരയുടെ മണ്ടേ കയറിയിരുന്ന് സുക്കുമ്പിയും കളിക്കുന്നുണ്ട്. പിന്നെ പാട്ടും ഡാൻസും കഴിഞ്ഞ് പിന്നെ ഫാഷൻ ഷോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് എല്ലാവരും ഹിന്ദുസ് എല്ലാവരും ചെന്ന് ഇങ്ങനെ മഫ്ത പോലെ കുത്തിയിട്ട് അവരുടേതായ രീതിക്ക് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഒരു കുഞ്ഞു കൊച്ചിന് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് അവളുടെയും പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് എന്ന് പറയുന്നത് സ്വീറ്റ്സ് ആണ്. ജിലേബിയും പക്കവടയായിരുന്നു ഇന്ന്. ഇതിന് മുന്നേ നമുക്ക് ജിലേബിയും സമൂസയൊക്കെ ആയിരുന്നു കേട്ടോ. എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ജിലേബി വിട്ടൊരു കളിയില്ല. ജിലേബി എന്ത് പരിപാടിക്കാണെങ്കിലും സ്വീറ്റ്സ് ഇവർക്ക് മസ്റ്റാണല്ലോ, മധുരം കൊടുക്കൽ. അങ്ങനെ ഞാനും ചുക്കുമ്പിയും അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്കവടക്കും ജിലേബിക്കും. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം പിന്നെ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ടായിരുന്നു. അതും കൂടി കണ്ടതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ബസ് വന്നില്ല കേട്ടോ, നമ്മൾ ഒത്തിരി ലേറ്റ് ആയിരുന്നു. 8 മണി 7:30 8 മണിയൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. നടന്നാണ് പോണത്. കുറച്ച് നടക്കാനുണ്ട്, എന്നാലും എല്ലാവരും കൂടി ഒന്ന് പോകുമ്പോൾ നല്ല രസമാണല്ലോ. പിന്നെ ഇത് ഇവിടുത്തെ അമ്പലമാണ് കേട്ടോ. എന്നും അമ്പലത്തിൽ ഇതുപോലെയാണ് ഉത്സവം പോലെ നിറച്ച് ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈദ് പ്രോഗ്രാം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ.